ദേശാഭിമാനി വാരാന്ത പതിപ്പിൽ പ്രസിദ്ധീകരിക്കാതെ മാറ്റിവെച്ച ആ ലേഖനമില്ലേ, കള്ളൻ വിജയൻ ധന്യ നാടകഗ്രാമം മുത്തിപ്പാറ പിയോ എന്ന ഫീച്ചർ. ആ ഫീച്ചർ ലേഖനം സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവെച്ച് എഴുത്തുകാരൻ TC രാജേഷ്. തലക്കെട്ടിൽ വന്ന ജാഗ്രത കുറവിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടാണ് TC രാജേഷ് ലേഖനം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. രാഹുൽ ജി നാഥുണ്ട് വിവരങ്ങളുമായി. രാഹുൽ, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസം വലിയ ചർച്ചയായിരുന്നു. വാരാന്ത പതിപ്പ് ഇറങ്ങേണ്ട ദിവസം ഇറങ്ങിയില്ല, അടുത്ത ദിവസം പക്ഷേ ഇറങ്ങി. അത് സാങ്കേതിക തകരാറ് മാത്രമാണ് എന്നാണ് പറഞ്ഞത്. പക്ഷെ ഇങ്ങനെ ഒരു ലേഖനം അത് ജാഗ്രത കുറവായിരുന്നു തുടങ്ങിയ കാര്യങ്ങൾ വന്നിരുന്നു. ദേശാഭിമാനി അത് പരിശോധിക്കുമെന്ന് പറഞ്ഞു. ഇപ്പോഴിതാ ഫേസ്ബുക്കിൽ അത് തലക്കെട്ടിലൊരു ജാഗ്രത കുറവ് സംഭവിച്ചു എന്ന കുറിപ്പോടുകൂടി അല്ലെങ്കിൽ വെളിപ്പെടുത്തലോടെ പ്രസിദ്ധീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ലേഖനം എഴുതിയ ആൾ. എന്താണ് വിശദാംശങ്ങൾ? ഗുഡ് മോർണിംഗ്. എന്തായാലും ലേഖനം ഫേസ്ബുക്കിലൂടെ പ്രസിദ്ധീകരിക്കേണ്ടി വന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ഇപ്പോൾ ഉള്ളത്. കാരണം പത്രത്തിലേക്ക് എടുത്ത ഒരു ഫീച്ചർ ലേഖനമാണ്. ആ ലേഖനത്തിൻ്റെ വിശദാംശങ്ങളും പുല്ലമ്പാറയിലെ വിജയനൊക്കെ മാതൃഭൂമി ന്യൂസാണ് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ആ ഘട്ടത്തിൽ കാട്ടിക്കൊടുത്തത്. ഇവിടെ ഉള്ളൊരു പ്രശ്നം, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സാങ്കേതിക തകരാറാണ് എന്ന് പറയുമ്പോഴും ഇത് എഴുതിയയാൾ ഈ പോസ്റ്റ് ഇടും മുൻപ് ഫേസ്ബുക്കിലൂടെ തന്നെ പിഴവ് എൻ്റേതായിരുന്നു, ഞാൻ ശ്രദ്ധിക്കേണ്ടതായിരുന്നു എന്ന ഒരു പ്രതികരണം നടത്തുന്നു. തുടർന്നാണ് ഫേസ്ബുക്കിൽ സ്വന്തം അക്കൗണ്ടിലൂടെ TC രാജേഷ് ഇത് ഈ ലേഖനം പുറത്തേക്ക് വിടുന്നത്. അപ്പോൾ ഈ അച്യുതാനന്ദൻ, മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ്റെ 1ാം ചരമവാർഷികവുമായി ബന്ധപ്പെട്ട ഓർമ്മക്കുറിപ്പുകളും ലേഖനവുമുള്ള ആ വാരാന്ത്യ പതിപ്പിൻ്റെ അവസാന പേജിൽ ഇത്തരത്തിൽ കള്ളൻ വിജയൻ എന്ന തരത്തിലേക്ക് ഒരു ലേഖനം പ്രസിദ്ധീകരിക്കുമ്പോൾ അത് ഈ ട്രോളുകൾക്കും അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ എതിരാളികൾക്ക് ഉപയോഗിക്കാൻ കാരണമാകും എന്ന വിലയിരുത്തലാണ് എഡിറ്റോറിയൽ ബോർഡ് ഇത് പ്രസിദ്ധീകരിക്കേണ്ട തീരുമാനമെടുത്തെന്നുള്ള വാർത്തയാണ് പുറത്തു വന്നത്. ഇപ്പോൾ എന്തായാലും അത് 20ാം തീയതി ആ സപ്ലിമെൻ്റ് ഇറങ്ങുമ്പോൾ, ഇത്തരത്തിൽ ആ ലേഖനം പോലും ഇല്ലാതെ ഇറങ്ങുമ്പോൾ അതിനപ്പുറത്തേക്കുള്ള വിമർശനങ്ങളാണ് കേൾക്കുന്നത്. ഒപ്പം ഇത്തരത്തിൽ തലക്കെട്ടിട്ട ആൾക്ക് ഇതൊരു പിഴവായിപ്പോയി എന്ന് പറഞ്ഞ് എഴുതുമ്പോൾ തന്നെ ഈ ആവിഷ്കാര സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട ചർച്ചകളും വിമർശനങ്ങളും ഒക്കെ ഉയരുകയാണ്. നിലവിൽ എന്തായാലും പത്രത്തിൽ പ്രസിദ്ധീകരിക്കേണ്ട ഫീച്ചർ അത് ഇത്തരത്തിൽ ഫേസ്ബുക്കിൽ പ്രസിദ്ധീകരിക്കേണ്ടി വന്നു എന്ന് എഴുത്തുകാരൻ തന്നെ ഫേസ്ബുക്കിലൂടെ പറയുകയാണ്.